വരൂ. ഇതെന്റെ അമ്മയുടെ മുറിയാ. അമ്മ മരിച്ചേ പിന്നെ ഞാനും അച്ഛനും അല്ലാതെ മറ്റാരും ഇതിനകത്ത് കയറാറില്ല. ഇപ്പൊ ആദ്യായിട്ടാ. ഇതാണ് എന്റെ അമ്മ. ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ച ആളെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അല്ല, ഞാൻ ഇനി മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. അല്ല, ഇത് എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. അല്ല, ഞാനൊരു ഇടം വരെ പോയിരുന്നു. എന്താ? ഈ പ്രേമലേഖനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ വല്ലാത്ത ചമ്മലാണല്ലേ? അയ്യോ അല്ല, ഞാനത് എനിക്ക് കോളേജിൽ ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടാറുണ്ട്. അതൊന്നും ഞാൻ കണക്കിലെടുക്കാറേ ഇല്ല. അതെ, ഞാനും അതെ. ഇതൊന്നും അത്ര കണക്കിലെടുക്കേണ്ട കാര്യമല്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതിയതാ. എന്താ? അതൊക്കെ ഇത് വായിക്കുമ്പോ മനസ്സിലാവും. ഓ, അതെന്താ? അതും ഇതേപോലെ ആത്മാർത്ഥമായിട്ട് എഴുതിയത് തന്നെ. എന്നുവെച്ചാ മറുപടി മറുപടിയോ? അതിനത് വായിച്ചു നോക്കിയില്ലല്ലോ. വായിച്ചില്ല, എന്നാലും നേരത്തെ മറുപടി ഞാൻ എഴുതി വെച്ചു. എന്നാലതിന് തന്നേക്ക്. ഇതിലേതാണ് ആത്മാർത്ഥ എന്ന് അറിഞ്ഞിട്ടേ ഞാൻ തരൂ. മാള് പോ. മാളു പൊയ്ക്കോ. എന്റെ പ്രേമേട്ടന്, എന്റെ പ്രിയപ്പെട്ട പ്രേമേട്ടന്. എന്റെ ഈശ്വര, ഓ, ഇതൊന്നും അത്ര കാര്യാക്കാനില്ലടാ. കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ. അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം. നീ അതുപോലെ അങ്ങ് നിന്നു കൊടുത്താ മതി. അതിനെ വേറെ ആളെ നോക്കിയാ മതി, എന്നെ കിട്ടില്ല. എടാ, കുരച്ചോണ്ട് വരുന്ന പട്ടിയെ കണ്ട ഓടരുത്, അത് ഓടിച്ചിട്ട് കടിക്കും. അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ തിരിഞ്ഞു നിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ അവര് പല കുഴപ്പങ്ങളുണ്ടാക്കും. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്തയോടും തള്ളോടും പറഞ്ഞു കൊടുത്തെന്ന് വരും. അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഇപ്പൊ അമ്മുമാളും നിന്റെ കയ്യിലാ. അവരോടൊന്നും മയത്തിൽ നിന്നാ നിനക്ക് ബാബാ പ്രദേശത്തിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരെ ആവാൻ സാധിക്കും. അത് മറക്കണ്ട. നന്നായിട്ട് വായിച്ചു പഠിക്ക്. ചെറുക്കൻ അടുത്ത ആഴ്ച ബോംബെന്ന് വരും. വിമാനത്തില്. വിമാനമൊന്നും അങ്ങോട്ട് തറപ്പിച്ചു പറയാൻ അവന്റെ സ്വന്തം വിമാനമൊന്നും അല്ലല്ല, കൂലി കൊടുത്തല്ലേ വരണത്. വേണ്ടി വന്നാ സ്വന്തം വിമാനം മേടിക്കാനുള്ള കഴിവുണ്ട്. ചെറുക്കന് ബോംബെയില് വലിയ ബിസിനസ് അല്ലേ. അവന്റെ നിലയും വിലയും വെച്ച് നോക്കിയാ ഇപ്പൊ ചോദിക്കുന്ന ഈ 10 ലക്ഷം വളരെ കുറവാ. പിന്നെ പെണ്ണിന്റെ ജാതകത്തിലെ കുഴപ്പം അത്ര കാര്യാക്കിട്ടില്ല. ഏതായാലും ചെറുക്കനും പെണ്ണും തമ്മിൽ കാണത്ത്. ചെറുക്കൻ പെണ്ണിനെ കണ്ടിട്ടുണ്ട്, അമ്പലത്തിൽ വെച്ച്. കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ എന്നോട് ആലോചിക്കാൻ പറഞ്ഞത്. അമ്മൂനും അവനെ ഇഷ്ടപ്പെടും, മിടുക്കനല്ലേ. അവരിക്കടെ കുടുംബ പേരെന്താണെന്നാണ് പറഞ്ഞത്? നാരകത്തറ. അവരിപ്പം വലിയ പണക്കാരല്ലേ. ഞങ്ങ ഒന്ന് തിരക്കട്ടെ. അറിഞ്ഞിടത്തോളം അവര് നല്ല കൂട്ടരാ. മോക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? എനിക്കിത് വേണ്ടച്ചാ. എന്താ ഇതിനൊരു കുറവ്? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയാൻ നീ അവനെ കണ്ടില്ലല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞില്ല അച്ഛാ. ഇതെന്ത് പണ്ടാരാണ്? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നുവിടുന്ന പാട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം ഇവിടെ വെച്ചല്ല, കൊട്ടാരം വീട്ടിൽ വെച്ചാണ്. അതിന്റെ മുറ്റത്തൊരു പന്തല് കെട്ടി ഒരേ ദിവസം 2 കല്യാണം. ഒന്ന് അവക്കടെ, ഒന്ന് ഇവക്കടെ. അവക്കടെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ടാണ്. ഇനി എവക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. എന്താണ് നിന്റെ അഭിപ്രായം? ഓ, എന്റെ അഭിപ്രായം പറയാത്ത താമസമല്ലേ ഉള്ള അങ്ങോട്ട് എടുക്കാൻ. അല്ലേലും എടുക്കാനൊന്നുമല്ല, ഒരു ഫാരി എന്ന നിലയ്ക്ക് നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ. നീ പറ. നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ എനിക്കിവിടെ എന്താ സ്ഥാനം? ഓ, അഭിപ്രായം ചോദിക്കുന്നു. അവ പോണെങ്കി പോട്ട്. മോള് മോടെ അഭിപ്രായം പറ. മോക്കാരെ വേണം? ഡോക്ടർ വേണ, എഞ്ചിനീയർ വേണ, അതാ കലക്ടർ വേണ? മോടെ ഇഷ്ടം അങ്ങോട്ട് പറ. എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ? മോള് പറ, അതിനല്ലേ അച്ഛൻ ചോദിച്ചേ. പറഞ്ഞാ അച്ഛനും ഒച്ചയുമ്പോഴും ഉണ്ടാക്കുവോ?
ഇഷ്ടം പറഞ്ഞ് എന്തിനാണ് ബഹളം ഉണ്ടാക്കണത്? നീ പറയടി. എനിക്ക് അധികം പണവും പദവിയുള്ള ആളൊന്നും വേണ്ട. ഇത്തിരി വിദ്യാഭ്യാസം വേണം, കാണാനും കുറച്ച് ഭംഗിയുണ്ടായിരിക്കണം. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു ഡ്രൈവർ ആകേണ്ടി വന്ന ആളായാലും സാരമില്ല. നീ എന്താണ് കടങ്കഥ പറയണ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ? അങ്ങനെ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടില് ആര്? പ്രേമചന്ദ്രന്? അതെ. നീ എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ ഡ്രൈവറെ ഞാൻ എന്റെ മരുമകനാക്കണം അല്ലേ? കൊന്നുകളയും ഞാൻ. എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞത്. അത് അച്ഛന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. എനിക്കിനി വേറെ വിവാഹം ആലോചിക്കണ്ട. അനിയൻ അറിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല. ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പുന്നാരിച്ചാ തെറ്റായി പോയത്. വേണ്ടാതീനം പറഞ്ഞാണ്ടല്ലോ, തള്ളയില്ലാത്തതാണെന്നൊന്നും ഞാൻ കരുതൂല. കൊത്തി തുറക്കും ഞാൻ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ആഴ്ച അവര് വരും. ഇനി നിനക്ക് ചെറുക്കനെ ഇഷ്ടമായില്ലെങ്കിലും ആ കല്യാണം നടക്കും. നിന്റെ മനസ്സിലുള്ളതും കളഞ്ഞര്. ഇല്ല അച്ഛാ, അത് കഴിയില്ല. ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് പ്രേമേന്ദ്രനുമായി മതി. എന്താ ഭേദം വെച്ച് അച്ഛനത് ചെയ്തു. എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അയാളെ മറക്കാൻ മാത്രം പറയരുത്. ചേട്ടനെങ്ങാനും പറഞ്ഞ നിന്നെ കൊന്നുകളയും. അവളെ വിടാൻ. അവളെ വിടാൻ. ഇതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മോളെ, നിനക്ക് എന്താടി പറ്റിയത്? എന്നെ വിട്. എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എടോ ഈശ്വരപിള്ളേ, എന്താ മുതലാളി? വാടോ. ആ വാതിലടച്ച് കുറ്റിയിട്ടെ. എന്തിനാ? ആ വാതിലടച്ച് കുറ്റിയിടാൻ. ഓ, വാതിൽ തുറക്ക. എടി വാതിൽ തുറക്കാൻ. ഇല്ല, ഈ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കുന്നത് വരെ ഞാൻ ഇതിനകത്ത് കിടക്കും. ഇവിടെ കിടന്ന് ചാകും. എന്നാ ചത്തോടി. നിന്റെ ശവം എടുക്കുന്ന മുമ്പേ ഞാൻ അവനൊന്ന് കണ്ടേച്ചു വരട്ടെ. അച്ഛാ, അയാൾ ഇവിടുന്ന് തല്ലി ഓടിക്കാൻ അച്ഛൻ പോകുന്നെങ്കിൽ അയാളോടൊപ്പം ഞാനും ഇറങ്ങി പോകും. അവനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാലോ? മോളിറങ്ങി പോവോ? മുതലാളി എന്താ ഈ പറയണത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രേമേന്ദ്രൻ അത്രക്കാരനല്ല. എന്റെ മോള് തന്നെയാ എന്നോട് പറഞ്ഞത്. ഓ, എങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. അവൻ ചെയ്ത് മഹാ തെറ്റായിപ്പോയി. ഞാൻ അവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എവിടെങ്കിലും പോയി തൊലയട്ടെ. ചേട്ടമ്പാവയുടെ മോളെ പ്രേമിച്ചിട്ട് അവനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ വരട്ടെ. മുതലാളി അവനൊന്നും ചെയ്യരുത്. അറിവില്ലാണ്ട് പറ്റിപ്പോയതാവും. അവനൊരു പാവാ. അവൻ പാവാ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ തന്നെ വിളിച്ച് ആലോചിച്ചത്. എന്റെ മോക്കടെ ഇഷ്ടം അതാണെങ്കിൽ എങ്കിൽ മുതലാളി ഈ ജമ്മത്തി എന്ന് ഏറ്റവും നല്ല കാര്യമാണ് ഇതെന്ന് ഞാൻ പറയും. അവൻ നല്ലവനാ. ഇത്തിരി കാശിന്റെ കുറവുള്ളൂ. അതൊന്നും സാരമില്ലടോ. എന്റെ മോക്കടെ സന്തോഷത്തിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ടോ. താൻ വാതിൽ തുറക്ക്. അനിയനെ ഇപ്പൊ തന്നെ വിളിച്ച് ആലോചിച്ചേക്കാം. ശരി മുതലാളി. എന്താ ചേട്ടൻ വല്ലത് പറഞ്ഞ? ഇവൻ കൊണ്ടുവന്നില്ല ആ പന്നിടുമൻ ഡ്രൈവർ. അവൻ നമ്മുടെ കുടുംബത്തെ കയറി പ്രേമിക്കാൻ മാത്രമായ. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അവള് നിന്നോടും പറഞ്ഞാന്ന് എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞു. അവനെ അല്ലാതെ വേറെ ആരെ അവള് കെട്ടൂലെന്ന്. നിന്നോട് പറഞ്ഞ പോലെ എന്റെ മുഖത്ത് നോക്കി അവൾ എന്നോടും പറഞ്ഞ്. അതിനെപ്പറ്റിയാ ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ടിരുന്നത്. നിക്കടാ. തെറ്റ് ചെയ്തത് അവൻ മാത്രമല്ലല്ല, അവളും തെറ്റുകാരിയല്ലേ. രണ്ടാള് തെറ്റ് ചെയ്താ അതിനൊരാളെ ശിക്ഷിക്കണത് ശരിയാണാ? അതുമല്ല, അവൻ എന്താടാ ഒരു കുറവ്? വിവരവും പഠിപ്പുമില്ലേ? നല്ല കുടുംബത്തിൽ പിറന്നവനല്ലേ? പിന്നെ ഇത്തിരി കാശിന്റെ കുറവ്. അത് നമ്മുടെ കയ്യിലില്ലേ?
അല്ല ചേട്ടൻ എന്താണ് ഈ പറഞ്ഞാണ്ട് പറയണത്? അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കതങ്ങാട്ട് നടത്തിയാലാ? ഹാ, ചേട്ടൻ എന്താണ് ഈ പറയണത്? ഇവിടുത്തെ ഡ്രൈവറെ ഷോ നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. തുപ്പടവരെ തുപ്പട്ടടാ. ഒരു വട്ടപൂജ്യത്തിൽ നല്ലേ നമ്മ ഇവിടം വരെ എത്തിയത്. അവൻ ഇതിലും മുകളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാ. അവനെ എനിക്ക് ഇഷ്ടമാടാ. തല്ലാനും കൊല്ലാനും ഒക്കെ പോണതിന് മുമ്പ് നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ചേട്ടൻ തീരുമാനിച്ച അതെന്റെയും തീരുമാന. എന്നാലും ചേട്ടൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. ഇനി ഒന്നും ആലോചിക്കാനില്ലടാ, നമ്മക്ക് ഇതങ്ങോട്ട് നടത്താം. ചേട്ടന് നിർബന്ധമാണെങ്കിൽ പിന്നെ എനിക്കെന്താണ് തടസ്സം? എന്നാ കൊടുകൈ. ഇപ്പോഴാണോടാ എഴുന്നേക്കുന്നത്? ഇന്നലെ രാത്രി ചെമ്മിങ്കെട്ടിൽ കാവലി കിടക്കാൻ വിട്ട് പുലർന്നിട്ടാ വന്നത്. രാത്രി മുഴുവൻ കാവല്, പകല് മുഴുവൻ ഉറക്കവും, സമയം കിട്ടിയ പ്രേമവും അല്ലേടാ? എന്ത് ധൈര്യത്തിലാടാ നീ ചേട്ടൻ ബാവയുടെ മോളെ കയറി പ്രേമിച്ചത്? അയ്യോ മുതലാളി, ഞാൻ പ്രേമിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. പ്രേമിച്ചിട്ടില്ലേ? ഇല്ല, പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഹ! എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ചു മയക്കിയിട്ട് ഇപ്പൊ ചതിക്കാനും നോക്കണ. വരാൻ പറയടാ, നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇന്ന് തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വാ. അവരെല്ലാം സുഖമില്ലാതെ കിടപ്പില, യാത്ര ചെയ്യാൻ പറ്റില്ല. ആഹാ, എന്നാ നമുക്ക് അങ്ങാട്ട് പോകാം. വേഗം കുപ്പായ മാറ്റി വാ. എന്താടോ? ഒന്നുമില്ല. വെടികൊണ്ട പന്നിയെപ്പോലെ നിൽക്കാതെ വേഗം പോയി റെഡിയാവാൻ നോക്കടാ. നിന്റെ വീട്ടിൽ വന്ന് ചേട്ടമ്പാവ പറയാൻ പോകുന്ന എന്താണെന്നറിയൂ? നിന്റെയും അമ്മൂന്റെയും കല്യാണക്കാരും. അതേടാ, താൻ എന്തായി പറയുന്നത്? അമ്മൂനെ നിനക്ക് കെട്ടിച്ചു തരാൻ ചേട്ടൻ ബാവയും അനിയൻ ബാവയും അമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതാടാ ചേട്ടൻ ബാവി അനിയൻ ബാവി. അവര് തീരുമാനിക്കുന്നത് എന്താണ് ഈശ്വരന് പോലും പിടികിട്ടില്ല. എന്നാലും പിള്ളച്ചേട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? അവള് കരഞ്ഞു വിളിച്ച് ബഹളുണ്ടാക്കി. നിന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയെന്ന് പറഞ്ഞു. ആ പാവ ഒരുപാട് തല്ലും കൊണ്ടു. എല്ലാം നിനക്ക് വേണ്ടിയാ. ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യം ചെയ്തു പിള്ളച്ചേട്ടാ? അമ്മൂനോടും മാളൂരോടെന്ന പോലെ ഒരു തമാശയായിട്ടാ ഞാൻ. ഒക്കെ ഈശ്വരനിശ്ചയാന്ന് കൂട്ടിയാ മതി. കൊട്ടാരം വീട്ടിലെ സന്തതി ഇവിടെ ഡ്രൈവറായിട്ട് വരാനും ഇവിടത്തെ പെണ്ണിനെ കെട്ടാനും ഒക്കെ ഓരോ നിയോഗങ്ങളാ. വെറുതെ ഒന്ന് സമയം കളാതെ വേഗം റെഡി ആയിട്ട് വാ. നമുക്ക് എന്റെ വീട്ടിൽ പോണ്ടേ? ആ ചേട്ടാ, നമുക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ? ഞാൻ അവനോട് സംസാരിച്ചാ വരണേ. ആഹാ, ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ അപ്പൊ ഞാനൊന്നും പറയണ്ടേ? ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയല്ലേടാ. ഇനി ഇതാ പാട്. എനിക്കൊന്നും ചെയ്യാൻ കിട്ടൂല. എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് കയറി ഒരു ചെയ്യല. എടാ, ഇനി വൈകിക്കണ്ട. നമുക്ക് ഇന്ന് തന്നെ അവന്റെ വീട് വരെ ഒന്ന് പോവാം. അല്ല, ഇന്നലെ കൃഷി ഓഫീസർ വരണത്. അയാ വരുമ്പോ നമ്മ ഇവിടെ ഇല്ലാണ്ടിരുന്ന. ഓ, ഞാനത് മറന്നു. ഏതായാലും തീരുമാനിച്ചത് മാറ്റണ്ട. ഞാൻ പോയേച്ചും വരാം. കൃഷി ഓഫീസർ വരുമ്പോ നീ ഇവിടെ ഉണ്ടായാ മതി. അത് ശരിയാണ്. മുമ്പേ എന്തിനാ രണ്ടാളും കൂടെ അങ്ങാട്ട് പോണത്? ആരെങ്കിലും ഒരാൾ പോയാ പോരെ. അപ്പൊ ചേട്ടൻ പോയിച്ചു വാ. അമ്മേ, ചേട്ടൻ വന്നു. വന്നട്ടെ. വലിയ മുതലാളിയാ. നമസ്കാരം. നമസ്കാരം. കേറിയിരിക്കാം. വന്നട്ടെ. ഇരിക്കാം. അങ്ങോട്ടിരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതൊന്നും സാരമില്ല കുട്ടി, അങ്ങോട്ട് ഇരുന്നോളൂ. മുതലാളി, ഇത് അമ്മ, ഇത് വല്യമ്മ, ഇത് അമ്മൂമ്മ, ഇത് സീതപ്പെങ്ങളാ. പ്രേമന്റെ അച്ഛൻ എവിടെ? ഇവിടെ ഇല്ല, അങ്ങോട്ട് വന്നിരിക്കുക. അങ്ങോട്ടോ? എന്തിന്? നിന്റെ വിവരങ്ങൾ അറിയാനാ. നീ ഒരു കത്തയച്ചിട്ട് എത്ര നാളായി? വിശേഷം അറിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് അച്ഛൻ ഇറങ്ങിയപ്പോ മുത്തശ്ശനും അപ്പൂപ്പനും കൂടെ ഇറങ്ങി. പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്.
നമസ്കാരം. ആരാ? ഞാൻ പ്രേമേന്ദ്രന്റെ അച്ഛൻ. ഇത് എന്റെ അച്ഛൻ. ഇത് അച്ഛന്റെ അച്ഛൻ. നിങ്ങളുടെ വീട്ടിൽ അച്ഛന്മാര് മാത്രമേ ഉള്ളൂ, മക്കളാരും ഇല്ലേ? ഉണ്ടുണ്ട്. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, പ്രേമേന്ദ്രൻ. പോയി കാപ്പ് എടുക്കടി, അകത്തോട്ടിരിക്കാം. ഓ ഇവന്റെ ആദ്യത്തെ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അമ്മൂനെ കുറിച്ച്. ഞങ്ങൾക്കെല്ലാവർക്കും അമ്മൂനെ കണ്ടതുപോലെയാ. പ്രേമന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതാ ഞങ്ങളുടെ ഇഷ്ടം. ഈ വിവാഹം നടന്ന അത് പ്രേമന്റെയും ഞങ്ങളുടെയും ഭാഗ്യായിട്ടേ ഞങ്ങൾ കരുതും. ഇനി പ്രേമന്റെ അച്ഛനോട് ആലോചിക്കാൻ, അച്ഛനോടും മുത്തശ്ശനോടും ഒക്കെ ഞങ്ങൾ പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ അവരവിടെ ചെല്ലുമ്പോ അനിയൻ പറഞ്ഞോളും. എന്റെ മാളൂനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? അത് പിന്നെ ചോദിക്കാനുണ്ടോ? മാളുവിനെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കൃഷ്ണനും രാധയും പോലെ. ഏതായാലും സമ്പത്തിലെ ഏറ്റക്കുറച്ചിൽ നിങ്ങൾ നോക്കാത്തത് കൊണ്ട് ജാതിയിലെ വലിപ്പവും ചെറുപ്പവും ഞങ്ങളും നോക്കുന്നില്ല. എന്താ? അതെ, ഇപ്പൊ ഒരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞങ്ങള്. കാര്യങ്ങളൊക്കെ അറിയാലോ. ഒക്കെ അറിയാം. ഒന്നും നിങ്ങൾ നോക്കണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഓ, എല്ലാം പറഞ്ഞതുപോലെ. വരട്ടെ. ആഹാ, കേട്ടെത്തിയല്ലോ. ഞങ്ങ അങ്ങാട്ട് പോയപ്പോ നിങ്ങ ഇങ്ങാട്ട് വന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അനിയൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. അവിടെ വീട്ടിലുള്ളവർക്കും സമ്മതാണ്. അല്ലാതെ വരില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യല്ലേ. വാസ്തവത്തിൽ ഭാഗ്യം ഞങ്ങൾക്കാ. കൊട്ടാരം വീട്ടിലെ പയ്യൻ ഞങ്ങളുടെ മരുമകനായിട്ട് വരിക എന്ന് പറഞ്ഞ മഹാഭാഗ്യം ഞങ്ങൾക്കല്ലേ. മോനെ പ്രേമേന്ദ്ര, നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഇനി കല്യാണത്തിന് വന്നാ പോരായിരുന്നോ? അവൻ ഇവിടെ നിന്നോട്ടെ. ഒരുക്കങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ. എല്ലാം അവന്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിക്കോട്ടെ. ശരി, എന്നാ നീ ഇവിടെ നിന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരി. ആ കൃഷി ഓഫീസർ വന്നു, വാ പറയാം. എടാ കൊച്ചുമുലാളി, അവസാനം എന്നെ മറന്നാളായിരുന്നു. എല്ലാ ഭാഗ്യം ഞാൻ ഒരുത്തൻ കാരണം. ഈശ്വരപിള്ളേ. ഓ, എന്തോ? എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഇറങ്ങി മുമ്പിലിരിക്കെ. പുടവ ചാർത്തിയോ